ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് ആണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എപ്പോഴാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. വേക്കൻസി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറയാനുള്ള ഒരു സമയം ഇവിടെ ഇല്ല. പക്ഷേ 2 വർഷത്തിനുള്ളിൽ ഏറ്റവും നല്ല വേക്കൻസീസ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ഹോസ്പിറ്റൽസിൽ വേക്കൻസീസ്, ഹോസ്പിറ്റൽ മാത്രമല്ല ക്ലിനിക്ക്, മെഡിക്കൽ സെന്റേഴ്സ്, പോളി ക്ലിനിക്ക്, അങ്ങനെ എല്ലായിടത്തും അത്യാവശ്യം വേക്കൻസീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ ഇപ്പോൾ ഈ ഒരു 2 മാസം, ഈ ഒരു വിന്റർ സീസണിന്റെ തുടക്കത്തിലാണ് ഇവിടെ വേക്കൻസീസ് നഴ്സസിന് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിന് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സോ മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്റർവ്യൂവിൽ ഇവിടെ ദുബായിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്. എൻ്റെ പേര് അശ്വതി സക്രിയ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിലവിൽ കുറച്ച് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ വേക്കൻസി അവൈലബിലിറ്റി എല്ലാം നിങ്ങൾ ലിങ്ക്ഡിനകത്ത് തന്നെ സെർച്ച് ചെയ്യുക. ലിങ്ക്ഡ്, ഇൻഡീഡ് അങ്ങനെയുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് സെർച്ച് ചെയ്ത് തുടങ്ങുക. അപ്പം അത് മാക്സിമം നിങ്ങൾക്ക് വരുന്ന വേക്കൻസീസ് ഒക്കെ അറിയാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അതിനനുസരിച്ച് വരുന്ന വേക്കൻസീസിൽ CV ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ CV ഷെയർ ചെയ്തു നിങ്ങൾക്കൊരു ഇന്റർവ്യൂ കോൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ മുതൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ്. ജോലി കിട്ടുന്നതിൽ നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്തു, ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇവിടെ വരെ വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഇന്റർവ്യൂവിന് കിട്ടിയില്ലെങ്കിൽ അത് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വിഷമമായിരിക്കും. സോ അതിന് കുറച്ചൊരു ചെറിയൊരു ടിപ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാക്സിമം വരുന്ന ഓപ്പർച്യൂണിറ്റീസും ഈ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാം. ഒരു പ്രൊഫഷണൽ ലുക്ക് അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഡ്രസ് കോഡ്, ഓക്കെ നമ്മളിങ്ങനെ ഒരു പാൻറ്റ്, ഒരു ഷർട്ട്, അതാണ് നിങ്ങളുടെ ഒരു പ്രൊഫഷണലിസം എന്നുള്ളത് നിങ്ങൾ ശരിക്കും മണ്ടത്തരം വിചാരിക്കരുത്. പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഒരു ഡ്രസ് അപ്പിയറൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇടുന്ന ഡ്രസ്സ് മാത്രമല്ല അതിൻ്റെ കളർ കോമ്പിനേഷൻ, അതിന് മാച്ച് ചെയ്യുന്ന ആക്സസറീസ്, നമ്മുടെ ഹെയർ സ്റ്റൈല്, അത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂ വരെ നമ്മുടെ ഡ്രസ്സിന് അക്കോർഡിംഗ്ലി ഒരു സ്യൂട്ട് ചെയ്യുന്ന ഒരു ഇതായിരിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ സ്പോർട്സ് ഷൂസ് ഒക്കെ യൂസ് ചെയ്യുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ ആ ഒരു ലുക്കിനെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ചേരുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട് ഉണ്ടാവില്ലേ, ആ സാധനം വരാണ്ട് നിങ്ങൾ മാക്സിമം നോക്കണം. ഡ്രസ്സിങ്ങിലും നമ്മുടെ അപ്പിയറൻസിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പൊതുവെ തോന്നിയത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. നമ്മൾ എക്സ്പീരിയൻസ് കണ്ടിട്ടാണ് നമ്മളത് പറയുന്നത്. അതായത് ഞാൻ റീസെൻ്റ്ലി കണ്ടതാണ്, ഒരു കുട്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ആള് ഒരു പാൻറ്റ്, ഒരു ഫോർമൽ പാൻറ്റ്, ഒരു ഷർട്ട്, ആ ഷർട്ട് ഇൻ ചെയ്തിട്ടുണ്ട്. അതാണ് പ്രൊഫഷണൽ ആയിട്ട് ആ കുട്ടി ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു സ്പോർട്സ് ഷൂ ആണ് ആൾ ധരിച്ചിരിക്കുന്നത്. പിന്നെ ഹെയർ എന്ന് പറയുന്നത് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഒരു പാർട്ടീഷൻ എടുത്തിട്ട് മുടി പുറകിൽ വെച്ച് പുട്ടപ്പ് ചെയ്തേക്കാണ്. അതായത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് നഴ്സസ് അങ്ങനെയാണ്, മുടിയെല്ലാം ഇങ്ങനെ കെട്ടി പൊട്ടപ്പൊക്കെ ചെയ്ത് മുടിയെല്ലാം എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ പറന്ന് കിടക്കാണ്ട് അങ്ങനെയാണ് ആള്. പിന്നെ 2 സ്റ്റഡ് ഉണ്ട്, പിന്നെ പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, മാല ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു സ്പോർട്സ് ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു, അതുപോലെ തന്നെ ബാഗ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഒരു ബാക്ക് പാക്ക് ആണ് ആ ഒരു ഇതില്. അപ്പൊ അതൊട്ടും ആൾക്ക് മാച്ച് ചെയ്യാത്ത മാതിരിയാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു കുട്ടിയുടെ ആ ഒരു മൊത്തത്തിലുള്ള ഗ്രൂമിങ് എനിക്ക് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേനും കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് ഗ്രൂമായിട്ട് വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, കാരണം നമ്മളെ ആ ഒരു ഇന്റർവ്യൂവിൽ പോകുമ്പം അതിനു മുമ്പ് നമ്മളെ എല്ലാവരും ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു അപ്പിയറൻസിലാണ്. കാരണം നമ്മൾ വാ തുറന്നാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ അറിയാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്, നമ്മൾ എത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണ് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ നമ്മൾ വാ തുറക്കണം. അതിനു മുമ്പേ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ജഡ്ജ്മെന്റ് അവർ നമ്മളെ ജഡ്ജ് ചെയ്ത് കളയും. അതായത് ഓക്കെ ഈ കുട്ടി അത് നമുക്ക് അത്രയും പറ്റുമെന്ന് തോന്നുന്നില്ല, കുറച്ച് ആക്റ്റീവ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ നമ്മളെ ജഡ്ജ് ചെയ്ത് കളയുന്നത് നമ്മുടെ ഒരു അപ്പിയറൻസിലാണ്. അപ്പോൾ ആ ഒരു ജഡ്ജ്മെന്റിൽ നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ
ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും നമുക്കൊരു നല്ലൊരു ഇംപ്രഷൻ അല്ലെങ്കിൽ നല്ലൊരു അവർ നമ്മളെ സെലക്ട് ചെയ്യണം ഒരു ഇതും ഇല്ല. അപ്പം അത് ആദ്യം തന്നെ നിങ്ങൾ കളയരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്രൂമിങ്ങിനെ പറ്റിയിട്ടും അപ്പിയറൻസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആ കുട്ടീനെ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അതൊരു മിസ്മാച്ചിങ് ആണ്. സോ ഗ്രൂമിങ്ങിൽ നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഫസ്റ്റ് എനിക്ക് ഇന്റർവ്യൂവിൽ തരാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഗ്രൂമിങ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെളുത്തിരിക്കണം, കറുത്തിരിക്കണം, ഇരുണ്ടിരിക്കണം, ആ കളറ് നിങ്ങൾ നോക്കരുത്. നിങ്ങൾ എത്രത്തോളം അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് ഗ്രൂം ചെയ്തിരിക്കുന്നുണ്ട്, അതാണ് പോയിന്റ് കേട്ടോ. ഭംഗി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കളറിന് നമ്മൾ എഴുതി കൊടുത്തിട്ടില്ല. അത് നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ഗ്രൂമിങ്, നമ്മുടെ ഓവറോൾ ലുക്കാണ് ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. പിന്നെ നേഴ്സ് ആയതുകൊണ്ട് ഒരുങ്ങണ്ട എന്നുള്ളത് മേ ബി നമ്മുടെ നാട്ടിലെ ഒരു തോട്ടാണ്. ഇവിടെ അങ്ങനൊന്നുമില്ല. ഇവിടെ നമ്മളൊക്കെ ഒരുങ്ങി അടിപൊളിയായിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കാണാറില്ലേ, ഞാൻ എൻ്റെ യൂണിഫോം ഇട്ട ചില കുഞ്ഞു വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ മുടി പുട്ടപ്പൊക്കെ ചെയ്ത് എണ്ണയൊക്കെ തേച്ച് അങ്ങനെയൊന്നുമല്ല. ഞാൻ മര്യാദയ്ക്ക് എങ്ങനെയാണോ അങ്ങനെയാണ് ആ വീഡിയോയിലൊക്കെ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത്. സോ അങ്ങനെ തന്നെയാണ് ഇവിടെ നഴ്സസ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക. സോ കമ്മിങ് ടു ദ പോയിന്റ്, എന്തൊക്കെയാണ് ഇവിടുത്തെ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്? ഇത് ഞാനൊരു റെഫറൻസ് പോലെയാണ് ചെയ്യുന്നത്. ഈ എക്സാക്ട് ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങളോട് ചോദിക്കണം എന്നില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്പിറ്റൽ, ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റർവ്യൂവർ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിപ്പാർട്ട്മെന്റ്. സോ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒരു റെഫറൻസ് പോലെ എടുക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊരു പോസിബിലിറ്റി മാത്രമാണ് കേട്ടോ. ഇവിടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പാനൽ ഓഫ് ആൾക്കാരുണ്ടായിരിക്കും, ഒരു പാനൽ ഇന്റർവ്യൂ ആയിരിക്കും മേ ബി. സോ ആ ഒരു പാനലിൽ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ടീം ലീഡറും നിങ്ങളുടെ ഒപ്പം ആ ഒരു ഇന്റർവ്യൂ പാനലിൽ ഉണ്ടാവാനുണ്ട്. അങ്ങനെ ഒരു 3, 4, 5, 6 പേരുള്ള ഒരു പാനലായിരിക്കും മിക്കവാറും ഉള്ള ഒരു ഇന്റർവ്യൂവിൽ കാണാൻ പറ്റുന്നത്. അത് പക്ഷേ ഹോസ്പിറ്റലിൽ ഒരു വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ മാത്രമാണ് ഇത്രയും വലിയ ആൾക്കാരൊക്കെ ആയിട്ട് ഒരു പാനൽ ഓഫ് ആൾക്കാരെ ഇരുന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. നല്ല വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലാണ് 5-6 പേരുള്ള ഒരു ഇന്റർവ്യൂ പാനൽ ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഒരുപാട് വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിലാണ് അത്രയും ആളുകളൊക്കെ ഇരുന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇതൊരു ക്ലിനിക് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സെന്ററിലേക്കുള്ള ഒരു വേക്കൻസീസ് ഒക്കെ ആണെങ്കിൽ 2-3 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു HR ഡിപ്പാർട്ട്മെന്റിൽ പേഴ്സൺ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉണ്ടായിരിക്കും, പിന്നെ മാനേജർ അല്ലെങ്കിൽ ടീം ലീഡർ ആരാണോ അങ്ങനെ ഒരു 3 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്റർവ്യൂവർ ആയിട്ട്. കോൺഫിഡൻസ് ആണ് നമ്മുടെ ഇന്റർവ്യൂവിന്റെ മെയിൻ ഒരു ഘടകം എന്ന് പറയുന്നത്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ നോളജും ആണ്. ഇന്റർവ്യൂവിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഏത് ക്വസ്റ്റ്യനാണ് വരുന്നത് ആലോചിച്ചിട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒബ്വിയസ്ലി ഇവിടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും, വേറെ ഓരോ ലാംഗ്വേജിലും ആയിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കരുത് ഇനി ദുബായ് ആയതുകൊണ്ട് ഇനി അറബിയിലാണോ ചോദിക്കുന്നത്, അങ്ങനത്തെ കാര്യമൊന്നും ഇല്ല കേട്ടോ. ലോകത്തെല്ലായിടത്തും ഇന്റർവ്യൂ എന്ന് പറയുന്നത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയായിരിക്കും നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. സോ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങളുടെ എന്ത് ക്വസ്റ്റ്യനാണ് വരുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് കുറച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്, വേറെ ഒരു ലാംഗ്വേജും വേണമെന്നില്ല. അതായത് അറബ് അറിയണം, ഹിന്ദി അറിയണം, വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയണം എന്നുള്ളതിനെ പറ്റിയിട്ട് അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷ് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമോ, അത് മതി. HR ഡിപ്പാർട്ട്മെന്റിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും നോർമലാണ്. അത് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഒന്നെങ്കിൽ സാലറി എക്സ്പെക്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കാരണം അതാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ളത്, അവർക്ക് അറിയുന്ന കാര്യവും. അതുകൊണ്ട് HR ഡിപ്പാർട്ട്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആലോചിച്ചിട്ട് നിങ്ങൾ തലപോക്കിയൊന്നും വേണ്ട. അവർ ചോദിക്കുന്നത് നിങ്ങളുടെ സാലറി പാക്കേജിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും എല്ലായിടത്തെ പോലെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് എല്ലായിടത്തും നമ്മളോട് ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിന് ഇതുവരെ ഒരു മാറ്റമൊന്നും ഇല്ല കേട്ടോ. സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേനും എൻ്റെ പേര് അശ്വതി, ഞാൻ ഇവിടുന്ന് വരുന്നു, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്,
അതല്ല അവർ ചോദിക്കുന്നത്. നിങ്ങളുടെ കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അവർക്ക് വേണ്ടത്. നിങ്ങൾ എന്താണ് എന്നത് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ കരിയറിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ സ്കില്ലാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എവിടൊക്കെയാണ് എക്സ്പീരിയൻസ് ഉള്ളത്, മീൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട്, എന്തൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിവുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് കാര്യങ്ങൾ നിങ്ങൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടേഴ്സിനെ, ഏതൊക്കെ എന്താ പറയുക കണ്ടീഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഏതൊക്കെ മെഷീൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു എമർജൻസി സിറ്റുവേഷൻസ്, ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു 3 minutes കുറവുള്ള ഒരു സ്റ്റോറി, അതാണ് അവർ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു 3 minute താഴെയുള്ള ആ ഒരു സ്റ്റോറി നിങ്ങൾ പറയുമ്പോൾ അത് കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളിടത്ത് നിന്നും ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ റീസൺ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഇൻക്ലൂഡ് ചെയ്ത് വേണം നിങ്ങൾ ആ ഒരു സ്റ്റോറി കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പം ഇൻ കേസ് അവർ ഇൻ്റർഫെയർ ചെയ്യും, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസിലുണ്ടെങ്കിൽ അവരത് നിങ്ങളെ ഇൻ്ററപ്റ്റ് ചെയ്യും. അത് ഇൻ്റർഫെയർ ചെയ്തിട്ട് അത് വേറെ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് ചോദിക്കും. അല്ലെങ്കിൽ അവരത് ഫുൾ സ്റ്റോറി കേട്ട ശേഷം അവരുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സ്റ്റോറിയാണ് പറയേണ്ടത്. അപ്പം നിങ്ങൾ അതൊരു ഈസി ആക്കി പറഞ്ഞാൽ മതി. മനസ്സിലാകും നിങ്ങൾ എന്താണ്, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒരു ഈസി ആയിട്ട് അവരോട് പറഞ്ഞാൽ മതി. പിന്നെ പറയുന്നതൊക്കെ നിങ്ങളുടെ ആ CV-യിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കണം കേട്ടോ. CV-യും നിങ്ങൾ പറയുന്നതും തമ്മിലൊരു മിസ്മാച്ചിങ് ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ CV എന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നത് വൈ ഡു യു വാണ്ട് ടു ലീവ് യുവർ കറന്റ് ജോബ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങളൊരു ചേഞ്ച് അല്ലെങ്കിൽ വേറൊരു ജോലി നോക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് മെയിൻലി ഇവിടെ പ്രസന്റ്ലി വർക്ക് ചെയ്യുന്നവർ വേറെ ഹോസ്പിറ്റലിലേക്ക് ചേഞ്ച് നോക്കുന്നവർക്കായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ലാത്തവർക്കുള്ള ഒരു പുതിയതായിട്ട് ഇപ്പോൾ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് ജോബ് നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കൺട്രി വിട്ടിട്ട് ഇവിടെ നോക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ദുബായ് ചൂസ് ചെയ്തു എന്നായിരിക്കും. ഈ 2 കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് കമ്പനീനെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനെ ഒരിക്കലും കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കരുത്, മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടായിരിക്കരുത് അതിനുള്ളൊരു ആൻസർ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ഒരു കമ്പനി നല്ലതായിരുന്നു, പിന്നെ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആണ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇപ്പം ഒരു മൈഗ്രേഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു വേറൊരു കമ്പനി നോക്കുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ അവർ ചോദിക്കുന്നത് നിങ്ങളുടെ 100% നിങ്ങളുടെ CV-യിൽ നിങ്ങൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അതും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദാറ്റ്സ് ഫോർ ഷുവർ, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ICU ആണ്. അപ്പം എനിക്ക് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ICU റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അവിടെ ഞാൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത്. ഞാൻ അതിന് എക്സാമ്പിളായിട്ട് എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ലൈക്ക് അവരൊരു സിറ്റുവേഷൻ നമുക്ക് തരും. ഇപ്പം എന്തെങ്കിലും അസുഖം വന്നിട്ട് ബെഡ് റിട്ടേൺ ആയിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻറ്റ്, അപ്പം ഞാൻ മെഡിക്കേഷൻ ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ പേഷ്യൻറ്റിൻ്റെ കാർഡിയാക് മോണിറ്ററിൽ ECG അവർ നമുക്കൊരു ECG തന്നിട്ട് പറയും ഒരു അരിത്മിയാണ്, ആ അരിത്മി ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെന്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ട മാനേജ്മെന്റ്, നീ എങ്ങനെയാ അത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും, അതായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ലൈക്ക് ഇപ്പം ഇൻറ്റുബേഷൻ പ്രൊസീജിയറോ അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ പ്രൊസീജിയറോ അല്ലെങ്കിൽ അസൈറ്റിസ് ടാപ്പിംഗ് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ തന്നിട്ട് ആ ഒരു പ്രൊസീജിയറിന് നമ്മൾ ഒരു എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ, എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുക. അങ്ങനെയാണ് ഓരോ സിറ്റുവേഷൻസ് തന്നിട്ട് നമ്മളോട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നമ്മൾ ആ ഒരു പ്രൊസീജിയർ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ICU, OT, ദെൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു IPD സെക്ഷൻ ലൈക്ക് സർജിക്കൽ വാർഡോ അങ്ങനെയൊക്കെയുള്ള IPD സെക്ഷനിൽ നിന്നും വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ECG ആയിരിക്കും. അത് 100% ഉറപ്പാണ്. ഏതെങ്കിലും ഒരു ECGനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ലൈക്ക് അരിത്മിയ ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും തരിക. ഏതെങ്കിലും ഒരു ECG കാണിച്ചിട്ട് അത് ഏത് അരിത്മിയ ആണെന്നാണ് നമ്മൾ ചോദിക്കുക. ദെൻ അതിൻ്റെ മാനേജ്മെൻറ്റ് ചോദിക്കും.
എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ICUവിൽ, ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ICUവിൻ്റെ കാര്യമാണ് കേട്ടോ, ഞാൻ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ ICU പറയാൻ കാരണം എനിക്ക് അവിടെയാണ് എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇത്. അപ്പോൾ എന്നോട് ചോദിച്ച ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു വെന്റിലേറ്ററിൻ്റെ പേര് പെട്ടെന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് വെന്റിലേറ്റർ, ഐ മീൻ ഏത് ബ്രാൻഡിൻ്റെയാണ് നിങ്ങൾ യൂസ് ചെയ്തിരുന്ന വെന്റിലേറ്റേഴ്സ് എന്ന്. ഞാൻ ഒരു 2-3 ബ്രാൻഡ് വെന്റിലേറ്ററൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് എന്തോ താങ്ക് ഗോഡ് എനിക്ക് ആ വെന്റിലേറ്ററിൻ്റെ പേര്, നമ്മളെപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമായതുകൊണ്ട് നമുക്ക് ആ പേര് നമ്മുടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കതിന് ഉത്തരം പറയാൻ പറ്റി. ബട്ട് ഞാൻ ആലോചിച്ചു, ചിലപ്പോൾ എല്ലാവർക്കും അത് പറയാൻ പറ്റുമോ, നമുക്ക് വെന്റിലേറ്റർ എനിക്കറിയില്ല കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസിൻ്റെ ഒക്കെ പേരുകൾ നമ്മൾ അത്രയും ഓർത്ത് വെക്കണം എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ICU എമർജൻസിയിലുള്ളവരോട് മെയിനായിട്ട് ചോദിക്കാൻ പറ്റുന്നത് മോഡ് ഓഫ് വെന്റിലേറ്റേഴ്സ് ഒക്കെ നമ്മുടെ അടുത്ത് അവർ ചോദിക്കും. അതൊക്കെ ഏതൊക്കെ കണ്ടീഷനിൽ ഏതൊക്കെ മോഡാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതിനും ഒരു സിറ്റുവേഷൻ തന്നിട്ട് പേഷ്യൻറ്റിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് ഇത്രയാണ്, പേഷ്യൻറ്റിൻ്റെ ഇന്ന കണ്ടീഷനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏത് മോഡായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മെയിനായിട്ട് ചോദിക്കുന്നത്. ദെൻ അവർ നമ്മളോട് ചോദിക്കുന്നത് പ്രിവെൻഷൻ മെത്തേഡ്സ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതായത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിന്, ക്ലബ്സി സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ കോട്ടി, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ നമ്മളോട് അടുത്ത് ചോദിക്കും കേട്ടോ. ദെൻ ബെഡ് സോർ പ്രിവെൻഷനൊക്കെ ചോദിക്കും. അത് ബോത്ത് IPD അവർ ചോദിക്കാറുണ്ട്. പിന്നെ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് മെയിനായിട്ട് ബെഡ് സോർ പ്രിവെൻഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. ABG അനാലിസിസ് ചോദിക്കും ICU, എമർജൻസി, അതുപോലെ തന്നെ OTയിലുള്ളവരോട്. പിന്നെ ചോദിക്കുന്നത് കാർഡിയാക് അറസ്റ്റും മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കും തമ്മിലുള്ള ഡിഫറൻസസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കാർഡിയോവേർഷനും ഡീഫിബ്രിലേഷൻ അത് തമ്മിലുള്ള ഒരു ഡിഫറൻസസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്സിൽ ചോദിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ ചോദിക്കും, അതിൻ്റെ മാനേജ്മെന്റ് ചോദിക്കും. നിങ്ങൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷൻ ഏതായിരിക്കും ICUവിൽ അല്ലെങ്കിൽ എമർജൻസിയിൽ അല്ലെങ്കിൽ IPDയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മളൊരു കണ്ടീഷൻ അവരോട്, നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു കണ്ടീഷൻ അവരോട് പറയും. അപ്പോൾ അവരതിൻ്റെ ഫുൾ മാനേജ്മെൻറ്റ്, ഈവൻ ആൻറ്റിബയോട്ടിക് വരെ നമ്മൾ തന്നെ അവരോട് പറയേണ്ട ഒരു സിറ്റുവേഷൻ. സോ അതൊക്കെ എനിക്ക് തോന്നുന്നു അവർ നമ്മളെ കൊണ്ട് എങ്ങനെ ഉത്തരം പറയിക്കാതിരിക്കാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ERൽ OPD ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ആണ്. ഇപ്പം NICUലാണെങ്കിലും, സോറി എനിക്ക് NICUലെ കാര്യങ്ങൾ കുറച്ച് അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ NICUവിൽ എനിക്ക് എന്തൊക്കെയാണ് വരാമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. കുട്ടികളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഇപ്പം OPD ബേസ്ഡ് ഒക്കെ ആണെങ്കിലും പീഡിയാട്രിക് OPD ഒക്കെ ചോദിക്കുമ്പോൾ ഒരു വാക്സിനേഷൻ റിലേറ്റഡ് ഏതെങ്കിലുമൊക്കെ വാക്സിൻസിൻ്റെ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മെയിൻ ആയിട്ട് ചോദിക്കാൻ പോകുന്നത് ഈ OPD അല്ലെങ്കിൽ എന്താ പറയുക IP എമർജൻസിയിലൊക്കെ അവർ IV കോംപ്ലിക്കേഷൻസിനെ പറ്റിയിട്ട് ചോദിക്കാം. കുറേ ലിസ്റ്റ് ഉണ്ടല്ലോ, അപ്പം ആ IV കോംപ്ലിക്കേഷൻസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തവർ നമ്മളോട് ചോദിക്കും. അതിൻ്റെ പ്രിവെൻഷനെ പറ്റിയിട്ടും അവർ ചോദിക്കും. പിന്നെ നമ്മൾക്ക് ചോദിക്കാൻ പറ്റുന്നത്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പൊതുവേ ചോദിക്കാൻ പറ്റുന്നത്, നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടൂൾ, ആ ടൂളിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. മെയിനായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് SBAR എന്ന് പറയുന്ന ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും. ദെൻ അനാഫ്ലാറ്റിക് ഷോക്ക്, അതും OPD IP അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത് ഇങ്ങനെ എമർജൻസിയിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അനാഫ്ലാറ്റിക് ഷോക്കിന് കാര്യങ്ങൾ, അത് അപ്പോൾ ഒരു പേഷ്യൻ്റ് അനാഫ്ലാറ്റിക് ഷോക്ക് വന്ന് എന്ത് ചെയ്യും മാനേജ്മെൻറ്റ്. എമർജൻസി റെസ്പോൺസസിനെ പറ്റിയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ മെഡിക്കേഷൻ കാൽക്കുലേഷൻ. അത് എനിക്ക് കുറച്ച് പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരു ട്രിക്കി ആയിട്ടൊക്കെ ചില കാൽക്കുലേഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകും. പണ്ടേ എനിക്ക് മാത്സ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കാൽക്കുലേഷൻ എന്ന് വരുമ്പോൾ തന്നെ ഞാൻ പെടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാം കേട്ടോ. IV കാൽക്കുലേഷൻസ് ഒക്കെ അവർ പേഷ്യൻസിൻ്റെ വെയിറ്റ് ഒക്കെ നമ്മളുടെ അടുത്ത് ചോദിക്കും. പിന്നെ ആൻറ്റിഡോട്ട്സ്, അത് മെയിനായിട്ട് ചോദിക്കും. അതായത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കാരണം നിങ്ങൾ TH എക്സാം എഴുതുമ്പോൾ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്നത്. അപ്പോൾ ആൻറ്റിഡോട്ട്സ് ഒക്കെ ഒബ്വിയസ്ലി അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് ട്രിക്കി ആയിട്ട് ഒരു തവണ എനിക്ക് പറയാൻ പറ്റാതെ പോയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻറ്റിഡോട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചത് പാരസെറ്റമോളിൻ്റെ ആൻറ്റിഡോട്ടായിരുന്നു ചോദിച്ചത്. പെട്ടെന്ന് എനിക്ക് കേട്ടിട്ട് എനിക്ക്
മനസ്സിലായില്ല. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി, അതെനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ, ഇത്രയും ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. പാരസെറ്റമോളിൻ്റെ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് അസറ്റൈൽ സിസ്റ്റൈൻ ആണ്. അത് നിങ്ങൾ ആരും മറന്നു പോരുത് കേട്ടോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പം ട്രിക്കി ആയി പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഏകദേശം അവർ ചോദിക്കുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ. ഇതൊരു പ്രോബബിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു ഐഡിയ തന്നതാണ് എന്തൊക്കെയായിരിക്കാം അവർക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക എന്നുള്ളത്. അപ്പം ബി പ്രിപ്പയർ വെൽ, എനിക്ക് അത്രേ പറയാനുള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക, നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഉത്തരം പറയാം. ഈവൻ നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ചോദിച്ച ആൻറ്റിഡോട്ടിൻ്റെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഉത്തരം എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ഭയങ്കര സിമ്പിളായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ആ ഒരു ഇൻ്റർവ്യൂവറിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് എനിക്കത് അറിയില്ല, എനിക്കത് പറയാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നമ്മളത് ഒരു ടെൻഷനിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെ അത് ഇല്ലാതാക്കി കളയും. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് അറിയാമെങ്കിൽ പോലും നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സിമ്പിളായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. പിന്നെ ലാസ്റ്റ് അവർ ചോദിക്കേണ്ടത്, അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടാലും അവർ ചോദിക്കും, ഞങ്ങൾ എന്തിനു നിങ്ങളെ സെലക്ട് ചെയ്യണം, വൈ ഷുഡ് വി ചൂസ് യു, ആ ഒരു ക്വസ്റ്റ്യൻ. അതിന് നല്ല മറുപടി പറയണം. ഡയറക്റ്റ് അവർ ചോദിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ ഡിഫറെൻ്റ് ആക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത്. സോ റിപ്ലൈ വൈസ്ലി. നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് മാക്സിമം അടിപൊളിയാക്കി പറയുക. നിങ്ങൾക്ക് നല്ലപോലെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ അറിയാം. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് അറിയാം. സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ, എനിക്ക് ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എൻ്റെ ജോലിയുടെ ഒപ്പം തന്നെ ഞാൻ ഈ ഒരു യൂട്യൂബ് ഹാൻഡിൽ ചെയ്ത് പോകുന്നതും കുറേ കണ്ടൻറ്റ് വീഡിയോസൊക്കെ ഇടുന്നതും ഒക്കെ നല്ല സമയം ആവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അറ്റ് എ ടൈം എനിക്കൊരു 2 to 3 പേഷ്യൻസിനൊക്കെ വെന്റിലേറ്റർ പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റീസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നമ്മൾ അവരുടെ അടുത്ത് മാക്സിമം നമ്മൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് ഇപ്പം ഒരു 10-15 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിലൊരു 3-4 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയെന്ന് വിചാരിച്ചിട്ട് അവർ നിങ്ങളെ സെലക്ട് ചെയ്യില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളിപ്പം ചിലപ്പം ഒരു പകുതി ക്വസ്റ്റ്യൻ തെറ്റിച്ചാലും നിങ്ങൾ സെലക്ട് ചെയ്യില്ല എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം നിങ്ങൾ പെർഫോം ചെയ്തതിനേക്കാളും നന്നായിട്ട് വേറൊരാൾ പെർഫോം ചെയ്താൽ മാത്രമേ അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുള്ളൂ. വരുന്നവർ നിങ്ങളെക്കാളും കുറവായിട്ടാണ് പെർഫോം ചെയ്തതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ ആ എത്ര ക്വസ്റ്റ്യൻസ് എന്നുള്ളതിൻ്റെ ഒരു എണ്ണമല്ല നോക്കുന്നത്, നിങ്ങളുടെ മൊത്തത്തിലുള്ള കാര്യമാണ് അവർ നോക്കുന്നത്. നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ നോളജ് സ്കില്ല്, ഒരു കാര്യം ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന നിങ്ങളുടെ ഒരു എബിലിറ്റി, അങ്ങനെ മൊത്തത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതാണ് ഏറ്റവും കൂടുതൽ അവർ നോക്കുന്നത്. 2, 3, 4, 5, 6 വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു സ്റ്റാഫിനെ എന്തുകൊണ്ട് അവർ വേണ്ടാന്ന് വെക്കണം. സോ നിങ്ങൾ മാക്സിമം അടിപൊളിയാവാം. അതാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് തരാൻ പറ്റുന്നൊരു ടിപ്പ്. സോ ഇതാണ് എന്താ പറയുക ഇൻ്റർവ്യൂ പ്രിപ്പറേഷനെ പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു 5-6 മാസത്തിന് മുമ്പ് ഞാൻ ചെയ്തതാണ്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കാം. കാണാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു CV പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെ അതിൽ ആഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട്. ദെൻ അതും അപ്ഡേറ്റ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ നിങ്ങൾക്ക് ഇതുപോലെ അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ, കോമൺ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ മാക്സിമം എല്ലാവരുടെയും കമൻറ്റൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ടാണ് വീഡിയോസ് എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അത്രയേ ഉള്ളൂ. ബൈ ബൈ.